ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. വീണ്ടും ഒരു ജനുവരി 16 അടുത്തു വരികയാണ്. മലയാള ചലച്ചിത്ര വിഹായസിൽ നിന്ന് ഒരു നായക നക്ഷത്രം പൊലിഞ്ഞില്ലാതായത് പഴയൊരു ജനുവരിയുടെ 16 നാളിലാണ്. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ സുഖമറിയാതെ. ഗാനം മറന്നില്ല, നാണവും വന്നില്ല. ഹൃദയം കവിഞ്ഞൊഴുകുന്ന ആ സ്നേഹപ്രവാഹത്തിൽ അക്ഷരങ്ങൾ അങ്ങനെ മുങ്ങിത്താണുപോയി. പ്രേം നസീർ. മനോഹരിനിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? മലയാള സിനിമയുടെ അഭിനയ ചരിത്രത്തിലെ ഒരു നെടുങ്കൻ അധ്യായം തന്റെ പേരിൽ എഴുതിച്ചേർത്ത് കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ ഈ നടൻ 650-ലേറെ സിനിമകളിൽ അതിലേറെ കഥാപാത്രങ്ങൾക്ക് തന്റേതായ ആവിഷ്കാരം നൽകിക്കഴിഞ്ഞിരുന്നു. അതും ഇടമുറിയാത്ത ജനപ്രിയതയുടെ തേരേറി വിവിധ തലമുറകൾക്കും വിവിധ അഭിരുചികൾക്കും സ്വീകാര്യനായി അഭിനയരംഗത്ത് ദീർഘകാലം തുടരുക എന്ന അപൂർവ നേട്ടവുമായി. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവോ മാതാപിതാക്കളോ ആരുമില്ലാത്തവർക്ക് ആകെക്കൂടി ഉള്ളത് ഞാനാണ്. ഉമ്മയുടെ കണ്ണീര് തുടയ്ക്കേണ്ട ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അതുകൊണ്ടാണ് കണ്ണുണ്ടായിട്ടും ഞാൻ കുരുടനെപ്പോൾ നടക്കുന്നത്. ശ്രീ പ്രേം നസീറിനെ ഞാൻ ആദ്യം കാണുന്നത് ആലുവയിലെ ഉദയ സ്റ്റുഡിയോ കാര്യമായി പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലാണ്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40കളുടെ മധ്യഭാഗം, 40-50 1950 മധ്യഭാഗം. ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീ പി ഭാസ്കരൻ. ഉദയ സ്റ്റുഡിയോയിൽ കോഷി സാറും ശ്രീ കുഞ്ചാക്കോയും പാർട്ട്നേഴ്സായി 5-6 പടം എടുത്തു. അതിൽ പലതും വിജയമായിരുന്നു. വിശപ്പിൻ്റെ വിളി, അതിൽ ശ്രീ നസീർ അഭിനയിക്കാൻ വന്നപ്പോൾ ശ്രീ കുഞ്ചാക്കോ ആണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഭാസ്കര അയാൾ പരിചയപ്പെടുന്ന ആളാണ്. അപ്പോൾ വളരെ ചെറുപ്പം, ഒരു കോളേജ് കുമാരൻ്റെ അത്ര പ്രായമേ ഉള്ളൂ. പക്ഷേ ഭംഗിയുള്ള മുഖവും ഭംഗിയുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനവിടെ വേറെ ഒരു പടത്തിന് നവലോകാറ്റാണെന്ന് തോന്നുന്നു പാട്ട് എഴുതാനായിട്ട് പോയതാണ്. അതും അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. പക്ഷെ നസീറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ചരയൻകീഴുകാരനാണെന്നും ഇൻ്റർമീഡിയറ്റ് പഠിക്കുകയാണെന്നും അത് ലീവ് എടുത്ത് വന്നിരിക്കുകയാണെന്നും ഒക്കെ മനസ്സിലായി. പിന്നെ ഷൂട്ടിങ്ങൊക്കെ ഇടയ്ക്ക് നോക്കും. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഒന്നാം കടയിലുള്ള താരങ്ങളിൽ ഒരാളായിട്ട് തീരുന്നൊന്നും അന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ പടം വിശപ്പിൻ്റെ വിളി ഏതായാലും നല്ല ഹിറ്റായി. അത് തമിഴിലും തെലുങ്കിലും ഒക്കെ ഡബ് ചെയ്തു. അങ്ങനെ നസീർ ആദ്യമായി തൻ്റെ കൊടിക്കൂറ ചലച്ചിത്ര അഭിനയ രംഗത്ത് പാറിച്ചത് ആ കാലത്താണ്. അതിനുശേഷം പിന്നെ പല പടങ്ങളിലും ഞാൻ അദ്ദേഹത്തിനെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടി, ആലപ്പുഴയിലും. പിന്നീട് അദ്ദേഹം മദിരാശിയിലേക്ക് താമസം മാറ്റി. അത് കഴിഞ്ഞ് 46-ലോ 45-ലോ ആ ഇടയ്ക്കാണ് ഞാനും മദിരാശിയിലേക്ക് താമസം മാറ്റി സ്ഥിരമായിട്ട് മദിരാശിയിൽ സിനിമാ പ്രവർത്തനവുമായി കൂടി. അപ്പോഴൊക്കെ നസീറുമായിട്ട് കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സംസ്കാരം, മര്യാദ, സ്നേഹം ഒക്കെ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ആരെയും ഒരിക്കലും ഒരു കറുത്ത വാക്കാൽ അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു നടനെ പറ്റിയൊന്നും വരാറില്ല. ശരിയാണ്, പ്രേം നസീർ ഒരു അപൂർവത തന്നെയാണ്. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം,
കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം, സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം, സന്ധ്യക്കെന്തിനു സിന്ദൂരം. അഭിനയിച്ച സിനിമകളുടെ എണ്ണത്തിൽ, വൈവിധ്യത്തിൽ, തലമുറകളോളം നിലനിർത്തിയ താരമൂല്യത്തിൽ, അങ്ങനെ ഒട്ടേറെ അപൂർവതകളുമായി നമ്മുടെ പ്രിയപ്പെട്ട നിത്യഹരിത നായകൻ. മീനയുടെ നിസ്സഹായത മനസ്സിലാക്കുന്നതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിരുന്നു. ഈ നിലയിൽ നിങ്ങൾ സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ നിയന്ത്രണം വിട്ടുപോകും. മീന, നാളെ 4 മണിക്ക് എന്നെ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഞാൻ വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വരും. ഞാൻ കാത്തിരിക്കും. 4 മണി. എത്രയെത്ര വേഷങ്ങൾ. പ്രകൃതി മനുഷ്യനെ പോലെ ഹൃദയവേദന ഉണ്ടാക്കുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. രാജന്റെ ഹൃദയവികാരം എനിക്കറിയാം. അത് മാറുവാൻ വേണ്ടി കഴിയുന്നതും വേഗം ഒരു വിവാഹം കഴിക്കും. വിവാഹമോ? അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ ഹൃദയവേദന മാറ്റാൻ കഴിയുന്നതാണെന്ന് മീന വിചാരിക്കുന്നുണ്ടോ? ഞാൻ മരിക്കണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവും. ഈ നിമിഷങ്ങളിൽ ഞാൻ കുറെയൊക്കെ ആനന്ദിക്കാൻ ശ്രമിക്കുകയാണ്. എത്രയെത്ര ഭാവങ്ങൾ. പ്രാണസഖി പ്രാണസഖി. 1929 മാർച്ച് 24 ചിറയിൻ കീഴിൽ ജനനം. ശരിയായ പേര് അബ്ദുൽ ഖാദർ. കൗമാര യൗവന ഘട്ടങ്ങളിൽ ഷേക്സ്പിയർ കഥാപാത്രങ്ങളെ സ്റ്റേജിൽ അവതരിപ്പിച്ചതിന്റെ പശ്ചാത്തലവുമായി 21-ാം വയസ്സിൽ സിനിമാ രംഗത്തെത്തുമ്പോൾ 4 പതിറ്റാണ്ടോളം മലയാള സിനിമയുടെ മുഖപ്രസാദമായി നിറഞ്ഞു നിൽക്കാനുള്ള നിയോഗം 21 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനിൽ അർപ്പിതമാകും എന്ന് ആരും കരുതിയിരിക്കില്ല. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖി പിന്നീട് ഞാൻ ആദ്യമായിട്ട് ഒരു ബോക്സ് ഓഫീസ് ചിത്രം എന്ന് ആ കാലത്ത് എല്ലാവരും കരുതിയ, നല്ലോണം ഓടുകയും ചെയ്തു, വിലയ്ക്ക് വാങ്ങിയ വീണ, ഞാൻ തന്നെ സംവിധാനം ചെയ്ത് നിർമ്മിച്ചപ്പോൾ അതിൽ നായകനായിട്ട് നസീർ അഭിനയിച്ചു. അപ്പോഴൊക്കെ അതിൻ്റെ അഭിനയിക്കാനുള്ള കരാറ് പറയാനൊക്കെ ഞാൻ ചെന്നപ്പോൾ നസീറിൻ്റെ ആ സംസ്കാരത്തിൻ്റെ മഹിമ വെറും വാക്കിൽ മാത്രം കാണിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു, എത്രയാണ് ഞാൻ തരേണ്ടത്, കോൺട്രാക്ട് എഴുതാൻ, അത് എത്ര തരണം, എങ്ങനെയൊക്കെയാണ് അത് പേ തരേണ്ടത്. നസീർ പറഞ്ഞു, മാഷ് ഒരു പൈസ തന്നില്ലെങ്കിലും മാഷ് ഒരു പടം എടുക്കുകയല്ലേ, ഞാൻ അഭിനയിക്കും. അങ്ങനെ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം നിശ്ചയിച്ചത്. വിലയ്ക്ക് വാങ്ങിയ വീണയിൽ അത്യന്തം വളരെ സഹകരിച്ചു. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. 1951 ത്യാഗസീമയിൽ അഭിനയരംഗത്തെത്തുന്നത് ഇന്ന് നമ്മൾ അറിയുന്ന പ്രേംനസീറായിട്ടല്ല, മറിച്ച് അബ്ദുൽ ഖാദർ എന്ന സ്വന്തം പേരിൽ തന്നെയാണ്. ആദ്യം അഭിനയിച്ച സിനിമ ത്യാഗസീമയാണെങ്കിലും ആദ്യം പുറത്തുവന്ന സിനിമ മരുമകളായിരുന്നു. വിശപ്പിന്റെ വിളി എന്ന ചിത്രത്തിലൂടെ അബ്ദുൽ ഖാദർ എന്ന പേര് കൈയൊഴിഞ്ഞ്
ഈ നടൻ പ്രേം നസീർ ആകുന്നു. അതിൽ പിന്നെ മലയാളിയുടെ പ്രണയസങ്കല്പങ്ങൾക്കും പുരുഷസങ്കല്പങ്ങൾക്കും നായകസങ്കല്പങ്ങൾക്കും വേഷപ്പകർച്ച നടത്താൻ മലയാള സിനിമ തിരഞ്ഞത്, കണ്ടെത്തിയത് ഈ ഒരു നടനെയായിരുന്നു. ഇവിടുന്ന് ആദ്യമായി എന്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന ദിവസമല്ലേ? എവിടുന്ന്? ഞാൻ അവിടുന്നൊന്നുമല്ല. എനിക്കൊരു പേരുണ്ട്. So cheers. ഞാൻ വരട്ടെ. നേരം Excuse me, 1 minute. വരൂന്നേ. ആ ബാഗ് തരൂ. പിന്നീട് അങ്ങോട്ട് 4 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിത്യഹരിതമായ ഒരനുസ്യൂതിയായി ഈ നടൻ നിറഞ്ഞു നിന്നു. നിനക്ക് കണ്ണാടി മുമ്പിൽ നിൽക്കാൻ തോന്നൂല. നിന്റെ പ്രതിബിംബം നിന്റെ വയസ്സ് വിളിച്ചു പറയും. അതെന്റെ തെറ്റാണോ? കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു. കാരണം ഞാൻ നിത്യ യൗവനമല്ലേ അമ്മുണിക്കുട്ടി. പിള്ളേരാരെങ്കിലും കയറി വരും. ഞാൻ ആദ്യമായിട്ട് നസീറിന്റെ കൂടെ അഭിനയിക്കുന്നത് ബാല്യസഖി എന്ന പടത്തിലാണ്, 1953. ഒട്ടേറെ സിനിമകളിൽ പ്രേം നസീറുമൊത്ത് അഭിനയിച്ച ആറന്മുള പൊന്നമ്മയുടെ ഓർമ്മകൾ. അതിനുശേഷം ധാരാളം ചിത്രങ്ങളിൽ ഞാൻ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മുത്തശ്ശിയായിട്ടും. മുത്തശ്ശി എന്നൊരു പടം തന്നെ ഉണ്ടായിരുന്നു. ഒരമ്മയും മകനും എന്നുള്ള ഒരു ആത്മബന്ധം. മറ്റു മക്കളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും അമ്മയായി അഭിനയിച്ചെങ്കിലും പ്രേം നസീറിനോട് എനിക്കെന്തോ ഒരു കൂടുതൽ ഒരു അടുപ്പവും എന്നോട് ഇങ്ങോട്ടും അതുപോലെയായിരുന്നു. പല പടങ്ങളിലും രാജൻ തന്നെയായിരിക്കും നസീറിന്റെ പേര്, പടത്തിലുള്ള പേര്. അപ്പോൾ എൻ്റെ മകൻ രാജനെ എൻ്റെ രാജനെ പോലെ അടുത്ത് പെരുമാറുകയും ആ മകനെ പോലെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേം നസീർ. പിന്നെ കൂടുതൽ പടങ്ങളിലും നസീറിന്റെ കൂടെ ഞാൻ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, മറ്റുള്ളവരെക്കാട്ടിലൊക്കെ. വളരെ കാലത്തെ പഴക്കവും ഒക്കെ ഉള്ള കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ കവിഞ്ഞ് ഒരു നല്ല മനുഷ്യൻ, അതായത് നല്ലൊരു മനസ്സിൻ്റെ ഉടമ ആണ് പ്രേം നസീർ എന്ന് എനിക്കറിയാം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലായാലും ഷൂട്ടിംഗ് സമയത്ത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റമായാലും ഇത്രയും കാലത്തെ പരിചയത്തിൽ വളരെ സന്മനസ്സോടും വളരെ വിനയത്തോടും ഉള്ള പെരുമാറ്റമാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു പ്രേം നസീർ. വാത്സല്യവതിയായ എന്റെ അമ്മ, എന്നെ ദുർബലനാക്കരുത്. എന്നെ പിച്ചു നടത്തിയ ഈ പാവനപാണികൾ ശിരസിലണച്ച് എന്നെ താരാട്ടുപാടി ഉറക്കിയ നാവുകൊണ്ട് മകനെ പോയി വരൂ എന്ന് മന്ദഹാസത്തോടെ പറഞ്ഞു എന്നെ കടമ നിറവേറ്റുവാൻ അനുഗ്രഹിച്ചയച്ചാൽ എന്റെ ജീവിത സർവസ്വമായ നീ കാട്ടിൽ കഴിയുമ്പോ ഞാനിവിടെ കൊട്ടാരത്തിൽ കഴിയാനോ? അമ്മേ, എന്റെ കർത്തവ്യത്തിന്റെ പാതയിൽ പരമപാവനമായ അവിടുത്തെ കണ്ണുനീർ പതിച്ചാൽ ഇവന്റെ പാദങ്ങൾ പതറിപ്പോകും തായി. വിശ്വപ്രകാശത്തിലേക്ക് ഇവൻ ആദ്യമായി കണ്ണു തുറന്ന മുഹൂർത്തത്തിൽ കണ്ട ഈ മുഖം ഒന്നും മങ്ങുന്നത് പോലും കാണുവാൻ ഈ മകന് കരുത്തില്ല മാതാവേ. നടൻ എന്ന നിലയിൽ ഒട്ടേറെ പരിമിതികളുള്ള ഒരു കലാകാരനായിരുന്നു പ്രേം നസീർ. ഈ പരിമിതികളെ തിരിച്ചറിയുകയും അവയെ അതിജീവിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്ത ഒരു നടൻ കൂടിയായിരുന്നു നസീർ. അച്ഛൻ ചേട്ടാ, പിച്ചാത്തി കാണിച്ചും മീശ പിരിച്ചും എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. 5-6 പേരെ ഒരുമിച്ച് കൊന്നവരാണ് ഞാൻ. നീ മിടുക്കനാണ്. പാച്ചിനെ തല്ലിയ വിവരം മാത്രം നീ ആരോടും പറയരുത്. ഈ ശ്രമവും ആത്മാർത്ഥതയും പരാജയപ്പെട്ടുപോയ ചില കഥാപാത്രങ്ങളുടെ ആവിഷ്കാരത്തിൽ പോലും പ്രകടമായിരുന്നു. നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പൊ നിനക്ക് സന്തോഷമായോ? പാവം മീനു. മീനു, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. പ്രേം നസീറിന്റെ അഭിനയ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രീകരണം നാളെ തുടർന്ന് കേൾക്കാം. പവിഴം കൊണ്ടൊരു കൊട്ടാരം, പളുങ്ക് കൊണ്ടൊരു കൊട്ടാരം. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.